ഹായ്, എന്താ പാട്? സുഖല്ലേ? 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവൻ കാണുന്ന ഒരു കാര്യമുള്ളൂ. എന്റെ റോബിൻ പിന്നെ പൈസ കൊടുക്കാനുള്ളത്, ഡോക്ടർ റോബിൻ പൈസ കൊടുക്കാനുള്ളത്. ആദ്യം പറഞ്ഞു നമ്മളെ മറ്റേ തങ്ങൾ പറഞ്ഞ മാതിരി ഇന്ത്യ വോയിസ് വെച്ചിട്ടുള്ള ജെമിനിനൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അല്ലാതെ ഇന്ത്യ വോയിസ് ഒന്നും അല്ല. നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ ബ്രോ? എന്താ അങ്ങനെ CCTV ഉണ്ട് അവിടെ, വേണമെങ്കിൽ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കടന്ന് മെഴുകി നോക്കി. അതൊന്നും ഏറ്റില്ല എന്നല്ല, പിന്നെ ഓരോന്ന് പുറത്ത് പോകാൻ തുടങ്ങിയേക്ക് ഇവനക്ക് മനസ്സിലായി ഇനിയും ഉണ്ടാതിരിക്കുക നല്ലതെന്ന്. അപ്പൊ എന്ത് ചെയ്തു? അത്രയും ദിവസം പിന്നെ എനിക്ക് കാശ് തരാണ്ട് തെളിവുണ്ട് എന്ന് പറഞ്ഞിരുന്ന ആളോട് ഓൻ പോയിട്ട് ചോദിച്ചു, അല്ല അളിയ ഇജ്ജിരുന്നോ പറഞ്ഞിരുന്നത്? അത് ശരി, എന്നാ വേറെ ആരെങ്കിലും ആണ് വിചാരിച്ചിട്ട് അണക്ക് ഞാൻ തരാണ്ട് പൈസ, അണക്ക് ഞാൻ തരാണ്ട്. ദാ എന്റെ ഫുള്ള് തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കെട്ട് ബുക്കും കൊണ്ട് വന്നു. പൈസ കൊടുക്കാണ്ട് സമ്മതിച്ചിട്ട് അത് എന്നാണ് പറഞ്ഞിട്ടോ. അത് കഴിഞ്ഞിട്ട് അതിന്റെ നേരെ തൊട്ട് മുമ്പ് ഇവരെന്നെ ഇറക്കിയൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഇവരോട് സംസാരിച്ചത്. ആ വീഡിയോയിൽ എന്താ പറയണ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ അളിയാ നിനക്ക് എന്റെ പൊന്നു ബ്രോ, ഞാൻ ബി ജെ പി എന്ന് പറഞ്ഞ പച്ച വർഗീയത പറയുന്ന ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. എന്താണ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നമുക്ക് അതിലൊക്കെ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. ഞാനൊന്നും ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാച്ചലായിരുന്നു. അവസാനം ഈ പൊട്ടനോട് ആരോ പറഞ്ഞേക്കണു, കോടികൾ മറിയും അതിൽ പോയാലെന്ന്. ആ കോടികളും പ്രതീക്ഷിച്ചിട്ട് ചെന്ന ഓനിക്ക് കിട്ടിയത് BJPയുടെ കുറെ കോടികളാ. കോടി കിട്ടിയില്ല. അവസാനം എന്ത് ചെയ്തു? കുറെ പോലീസുകാരെ മുമ്പിൽ കടന്നിട്ട് കുറെ ഷോ ഒക്കെ കാണിച്ചു നോക്കി. ആരും അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഓന് ഏറെക്കുറെ പാർട്ടിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ. ആ പാർട്ടി എന്തായാലും ഇതിനൊരു തീരുമാനം എടുക്കും. ഇനി പോയാൽ പാർട്ടി കൂടി ഇല്ല, മറ്റോ പറഞ്ഞ മാതിരി ഇനി മറ്റേ രാജ്യം വിടാനൊരു രാജ്യമില്ല ബാക്കിയാറല്ലേ. അതേമാതിരി ഇവനിക്ക് ഇനി പോയാൽ വേറൊരു പാർട്ടി ഇല്ല. കാരണം BJP ഒഴിവാക്കിയ വേറെ ആരെടുക്കാനാ? അതേ അവസ്ഥയിലപ്പോ. പക്ഷെ ഓനിക്ക് ഇതിന് എങ്ങനെയും ഒന്ന് കഴിച്ചിലാകണം, അതൊട്ട് നടക്കണമില്ല. ഞാൻ ജസ്റ്റ് എനിക്കൊരു വീഡിയോ കാണിച്ചു തരാം, ഒന്ന് കണ്ടോക്കണേ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ BJP തന്നെ പുറത്താക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലേ? ഇതാണ് ഒരിക്കലും അങ്ങനെ ഒരു വിചാരമില്ല. എന്തിനാ ഇതിക്ക് വലുത് പറഞ്ഞിട്ടടക്കം അവിടെ സ്ഥാനം കൂടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് പേടിക്കണ്ട, പറഞ്ഞു. ഇതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇനി അങ്ങനെ ഒരു ഡിസിഷൻ അവർ എടുക്കേണ്ടി വന്നാലും വിത്ത് റെസ്പെക്ട്ഫുള്ളി ഞാൻ പറയാണ്, എനിക്ക് BJP പാർട്ടീനെ ഇഷ്ടമാണ്. ഞാൻ മനസ്സുകൊണ്ടാണെങ്കിലും ഞാൻ അവസാനം വരെ ഞാൻ ഒരു BJP കാരനായിരിക്കും. നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്ത് കാര്യം നല്ലത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാൻ ചെയ്യും. മനസ്സിലായില്ലേ? അതവിടെ പോട്ടെ. ഈ BJP എന്താണ് നല്ല കാര്യം രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഈ BJP ആയിട്ട് രാജ്യത്തിന് വേണ്ടി നല്ലത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഈ BJPക്കാർ ഇത്രയും കാലത്തിലിടയ്ക്ക് എന്താണ് നല്ലത് ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ളതെന്ന് പറഞ്ഞാൽ? എന്നിട്ട് ജായി പോയിട്ട് നല്ലത് ചെയ്യാനെന്ന് പറഞ്ഞാൽ അതിൽ ഇതുവരെ ആരെങ്കിലും നല്ല ചെയ്യണ കണ്ടുക്കണോ? ഈ വർഗീയത പറയല്ലാതെ, അല്ലെങ്കിൽ വർഗീയത കാണിക്കല്ലാണ്ട്. എന്നിട്ട് സത്യത്തില് ഇവൻ കുറെ മെനഞ്ഞു നോക്കി. ഞാൻ പറഞ്ഞില്ല, കുറെ സിനിമാ നടനാകാൻ നോക്കി, ഒന്നും ആയില്ല. അവസാനം വേറെ പാർട്ടിക്കാർക്കൊന്നും വേണ്ട. കാരണം എന്താ വെച്ചിട്ടാ, സാധാരണ ഒരു മനുഷ്യൻ BJPയിൽ വന്നിട്ട് കോമാളിയാകണം. പക്ഷെ ഇവൻ അങ്ങനെയല്ല, കോമാളി ആയിട്ട് BJPക്ക് വന്നതാ. അതുകൊണ്ട് അധികം പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ ഇത് ഉണ്ടാകാൻ പോണ എന്താ അറിയോ? ഇപ്പൊ 2 ദിവസമായിട്ട് ഒരു ഒളിച്ചോട്ടത്തിന്റെ കഥ തന്നെ. ആ അഖിലിന്റെ മറ്റേ മേഘ ഒളിച്ചോടി എന്നും പറഞ്ഞിട്ടുള്ള റീലുകളാണ് കംപ്ലീറ്റ് ഉള്ളത്. ഇനിയിപ്പോ ഒരു ഒളിച്ചോട്ടമില്ലെങ്കിലും ശരി, ഒരു എന്താ പറയാ ഡിവേഴ്സ് ഇവിടെ നടക്കണ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനൊക്കെ എങ്ങനെ സഹിക്കുക? തൊള്ള പൊളിച്ച ചങ്ങായി നോണ പറയുള്ളൂ. അതിലുപരി ഇവന് സ്വയം ഇവനെ വലുതാക്കിക്കൊണ്ടാണ്, ഇളിച്ചുകൊണ്ട് ഇങ്ങനെ നോണ പൊങ്ങച്ചോൻ പറയില്ലേ, ആ ഒരു കൂട്ടത്തിലാണ്. എന്തായാലും ഇജ്ജ് ബാക്കിയൊന്ന് പറയാം. പിന്നെ ഞാൻ അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളൊന്നുമല്ല. ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞാണെങ്കിൽ ഞാൻ പോസിറ്റീവും നെഗറ്റീവും ചേർന്നിട്ടുള്ള ഒരു പച്ചയ മനുഷ്യനാ. എനിക്ക് നല്ലവനായി ഉണ്ണിയായിട്ട് അഭിനയിക്കാൻ അറിയത്തില്ല. മനസ്സിലായില്ലേ? റിയാക്ട് അപ്പൊ പച്ച ലീഗല്ലേ? ഇജ്ജ് ലീഗ പച്ചയായ മനുഷ്യനാണ് അറിയുന്നു. റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് റിയാക്റ്റും ചെയ്യും, പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യും. ഇപ്പോഴും ഞാൻ പറയാണ്, ഈ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയയിലുള്ള ഈ അലിഗേഷൻസ് കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ കണക്ക് നിങ്ങളൊന്ന് ആലോചിക്കുക. ഒരാളിന്റെ വോയിസ് സംസാരിച്ച സമയത്ത് പേഴ്സണലി പണ്ടെപ്പോഴും ചെയ്തെടുത്തിട്ട് ഇപ്പൊ വന്ന്, അപ്പൊ അവരുടെ ഇന്റൻഷൻ എന്തായിരുന്നു? ഇവരെന്തിനാണ് എൻ്റെ അടുത്ത് വന്നത്? അല്ല, ഞാൻ ചോദിക്കുക, എന്തിനാണ് ഇവരുടെ ഇന്റൻഷൻ? എന്താണ്? എന്നെ നശിപ്പിക്കാന്ന് തന്നെ ചോദിച്ചാൽ മതി. എന്തായാലും ഓല് ചെയ്യേണ്ട കടമ ഓല് ചെയ്തിക്കണു. ഇജ്ജ് പറഞ്ഞ നോണ ഭംഗിയാക്കിയിട്ട് റെക്കോർഡ് ചെയ്തോല് പുറത്തിട്ടിക്കണു. ഇപ്പൊ ഓല് ഇതെന്ത് ചെയ്യേണ്ട ആവശ്യം ഞങ്ങളോട് ചോദിച്ചിട്ട് ഞങ്ങൾ എന്ത് പറയാനാ? അണക്കറിയില്ലേ? പിന്നെ ഞങ്ങൾക്കറിയില്ല. ഞങ്ങളോട് ചോദിച്ചിട്ടാ വാങ്ങിയത്, അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ടാ തന്നിക്കണേ. ഞങ്ങളോട് പോയി ചോദിക്കാൻ പറയണു. ഞങ്ങൾക്ക് വേറെ ഒരു പണിയില്ലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെ വെച്ചാ ഒരു വീഡിയോ കാണിച്ചു തരാം, അതൊന്ന് കണ്ടോ. പിന്നെ ഇവൻ കളിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്
ഈ പറയുന്ന BJP എന്ന് പറയുന്ന പാർട്ടിന്റെ ഒരു ആളാണ്, അതുകൊണ്ട് ഇവർ BJP കാരനാണ്, നമ്മളെല്ലാവരും BJPക്ക് എതിരെയാണ് നിൽക്കുന്നത് എന്നുള്ളത് പറയുന്ന ഒരു പ്രസ്താവന. BJP കാരെ കുറിച്ചിട്ട് ഇപ്പം പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ എന്താണ്? BJP എന്ന് പറയുന്ന ഒരു പാർട്ടി വർഗീയത പാർട്ടിയാണെന്ന് ഇവൻ പറയുന്നുണ്ട്. BJPയിലെ ആൾക്കാർ സുരേഷ് അദ്ദേഹത്തിന് വരെ ഇവൻ വർഗീയ ആയിട്ടുള്ള ഒരാളായിട്ട് ഇവൻ പറയുന്നുണ്ട്. പിന്നെ ഇവൻ അവിടെ നിൽക്കുന്നത് അവന്റെ വെറും ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് ഇവൻ പറയുന്ന പ്രസ്താവനകളുണ്ട്. സോ ഇവനൊരു BJP കാരനാണെന്ന് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റത്തില്ല. ഇവന്റെ എല്ലാവരും ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നതും അതും ഒരു ബിസിനസ് ആയിട്ട് മാത്രം കാണുന്ന ഒരു ശക്തിയാണ്. ഓക്കെ, ഇത് ലാസ്റ്റ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. വളരെ മാന്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. എന്ത് അവസരം മുതലെടുക്കുന്ന ഒരു ചെറ്റയാണ് ഇവനെ എന്നുള്ളത്. അത് ഇവനെ നമ്മളെക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയുന്ന ആളാ. ഇവൻ പൈസ കടം ചോദിക്കണ എങ്ങനെ അറിയോ? വീഡിയോ, അതായത് ഓനിക്ക് തന്നെ അറിയാം, ഞാൻ അല്ലാതെ രഹസ്യമായി ചോദിച്ചാൽ തരൂലെന്ന്. ഇപ്പൊ ആദ്യം തെളിവുകളൊക്കെ ഞാൻ അത്രയും വിശ്വസ്തനെ അറിയാൻ വേണ്ടി തെളിവുകൾ സഹിതമാണ് ഇപ്പം ഓരോരുത്തർക്ക് പിന്നെ വീഡിയോ ആയിട്ട് വിട്ടുകൊടുത്തിട്ട് ഇന്ന എത്രാം ദിവസം തരാ, നീ തന്നോ, ഒരു പേടിയും പേടിക്കണ്ട ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര കണക്കില്ലാത്ത പൈസ കോടികളപ്പം വാങ്ങിക്കടി. നമ്മളും കടമൊക്കെ വാങ്ങുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ അതിനൊരു ലിമിറ്റ് വേണ്ടേ? ഇതൊന്ന് കണ്ടോക്കാണി. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സുമിത വിൽബ്രോയാണ്. ഞാൻ കൊച്ചിൻ അപ്പം നമ്മൾ തമ്മിൽ ഓൾറെഡി ഈ സെറ്റിൽമെന്റിന്റെ കാര്യം സംസാരിച്ചിരുന്നു, എമൗണ്ട് സംസാരിച്ചിരുന്നു. അപ്പം 20,000 തീയതി പറഞ്ഞിരുന്നു. അപ്പൊ 5 lakhs ഓൾറെഡി കൊടുത്തു. ഇനി ബാലൻസ് ഉള്ളത് 40 ലക്ഷം രൂപയാണ്. അതില് ഈ വരുന്ന മെയ് 28 തീയതി അന്ന് 5 ലക്ഷം രൂപ, ജൂൺ 5 തീയതി അന്ന് ബാലൻസ് 5 ലക്ഷം രൂപ, ജൂൺ 10 തീയതി അന്ന് 5 ലക്ഷം രൂപ. അപ്പൊ ടോട്ടല് 20 ലക്ഷം രൂപ അന്ന് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ജൂൺ 15 തീയതി അന്ന് 25 lakhs കൂടെ ചേർത്തിട്ട് കംപ്ലീറ്റ് എമൗണ്ട് അന്നത്തോട് കൂടി ഫിനിഷ് ചെയ്യാണ്. അപ്പൊ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇരുന്ന് ഊക്ക് വാങ്ങണമൊക്കെ. ഇപ്പം കൊച്ചനീഫ ആയിരുന്നു എന്ന് പറയണത് എന്താ അറിയോ? അല്ല, ഇപ്പൊ എന്റെ ബോട്ട് ആദ്യം വരുമല്ലോ, അതിലുള്ള ഫുള്ള് മീൻ സാബിനാണ്. എത്രയായി? 1.5 ലക്ഷം. ഞാൻ സാബിന് എത്ര തരാണ്ട്? 2.5 ലക്ഷം. അപ്പൊ ഇനി 1 ലക്ഷമല്ലേ ഉള്ളൂ. ഇതാ വരുന്നു അടുത്ത ബോട്ട്, വീണ്ടും തരുന്നു 1.5 ലക്ഷം. അപ്പൊ എത്രയായി? 3 ലക്ഷം. അപ്പോ സാബ് ഇപ്പൊ 50,000 എനിക്ക് തരാണ്ട്. എപ്പ തരും? പറ, എപ്പ തരും? അതല്ല, ഞാൻ തരാം, പതിക്കെ മതി, ഞാൻ സാബിനെ പോലെ അല്ല എന്ന് പറയില്ലേ കൊച്ചനീഫ. അതാണ് ആ ചങ്ങായി പറഞ്ഞത്, എന്നെ കൊച്ചനീഫ ആക്കി എന്നുള്ളത്. സംഭവം അതന്നെ. ഇവൻ ബിഗ് ബോസിൽ രാവിലെ 10 മണി, ഉച്ചക്ക് 1 മണി, വൈകിട്ട് 4 മണി, ഇതേമാതിരിയാണ് ഇപ്പം ഓരോ ഡേറ്റിംഗ് ഇങ്ങനെ പറഞ്ഞ് കളിച്ചതെന്നല്ലാതെ സംഗതി ഒന്നും നടക്കണില്ല. അവസാനം കടന്ന് മെഴുകുമ്പോഴാണ് ഓനിപ്പോ ഓരോ കെട്ട് പേപ്പറുമായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്തിന്? ഓന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഓൻ വാങ്ങിക്കണു, ഞങ്ങൾ സൗഹൃദത്തിലാകുമ്പോൾ വാങ്ങിക്കണു, പക്ഷെ അത് എന്തിനെ എന്നുള്ളത് അറിയില്ല. ഈ ചങ്ങായി 4,000 ഉറുപ്പിക ഡെയിലി വാടക കൊടുത്തിട്ട്, ഒരു ദിവസത്തിന് 4,000 രൂപ വെച്ചിട്ട് ഇവൻ താറ് വാടകയ്ക്ക് എടുത്തിട്ടാണ് നടക്കുന്നത്. ഏത്? BJPന്ന് മാറ്റി ഒന്നായിട്ട് മറിയും തന്നിട്ട്. BJPക്കാരന് നേരങ്ങത്തിൽ ഒരു ആൻസോ പാൻബ്രാക്കോ വാങ്ങാൻ കായില്ലാതെ അപ്പോഴാ പെബ്ബ അങ്ങോട്ട് ചെന്നിട്ട് കോടികൾ മറിച്ച. ഇവനും ആ അഖിൽമാരാറിന്റെ ഒക്കെ വിചാരം എന്താ അറിയും? ഇവരങ്ങോട്ട് ചെല്ലുമ്പോഴത്തിന് BJPക്ക് എന്തൊക്കെ വലിയൊരു സംഭവം ആണ് കിട്ടിയെന്നുള്ളതാ. ഇവര് ഭയങ്കര ബുദ്ധിജീവികളാണെന്ന് ഇവര് സ്വയം വിചാരിച്ച് നടക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ അങ്ങോട്ട് ചെന്ന എന്തൊക്കെയാണ് ആ പാർട്ടിക്ക് എന്നുള്ളതാണ്. ഓൻ അവിടെ എത്തിയിട്ട് നരേന്ദ്രമോദിയുടെ സ്ഥാനത്തേക്ക് പോകാനുള്ള പക്കാ പ്ലാനിങ് ആയിരുന്നു. ഓന്റെ വോയിസ് മറ്റേ കോൾ റെക്കോർഡ് പുറത്തു വന്ന് കണ്ടില്ലേ? ഇങ്ങനെയൊക്കെ ആരുണ്ട് ബ്രോ? ഞാൻ പച്ച വണ്ടിയിലാ പോയത്, വോട്ട് ചോദിക്കാം. ഇങ്ങനെയൊക്കെ ആരുണ്ട് ബ്രോ? അതാ പറഞ്ഞ ബ്രോ, ഞാനാണ് വന്നാല് BJPക്ക് ഭയങ്കര നേട്ടാണ് ബ്രോ. ബ്രോക്ക് അറിയാഞ്ഞിട്ടാ. ഇവൻ വിളിച്ച് പറയണേ, മണ്ടന്മാരതൊക്കെ കേട്ടിട്ട് ഓനെടുത്തിട്ട് ഇപ്പൊ ഓൻ തന്നെ പറയണത് ഏത്? BJP പച്ച വർഗീയവാദിയാണ്. അതും ഈ BJPക്കാര് കേൾക്കേണ്ടി വന്നു. ഓനെടുത്തിന്റെ ഒരു ഗുണം കിട്ടിയതാ പോലിക്ക്. ആകെ പറയാതെ ഇരുന്നീന്ന് ഓനൊക്കെ ആയിരുന്നു. ഓനും രഹസ്യ കോളിൽ ഇതൊക്കെ തന്നെ ഓനിക്കും പറയാനുള്ളത്. എന്തായാലും അടുത്ത വീഡിയോ കാണാം. അപ്പൊ ചക്കര ഉമ്മ ഫൈനലി ഡിഡിറ്റ് കുറെ കഷ്ടപ്പെട്ടു. ഇന്ന് പറഞ്ഞ 2 ലക്ഷം എവിടെ? നിങ്ങൾ നോക്കിയിട്ട് അടിയിലേക്ക് ചോദിച്ചോക്കെ. അപ്പൊ പിന്നെ പറയണം ബ്രോ വിളിക്കാമേ, അവര് കൂടെയാ. ഫൈനലി അവന്റെ ഡാൻസ് ഒക്കെ നിങ്ങൾ കണ്ട്, ഇതൊക്കെ ഇവൻ അയച്ച സ്റ്റിക്കർ തന്നെ. അപ്പൊ ചക്കര ഉമ്മ ഫൈനലി ഡിഡിറ്റ് കുറെ കഷ്ടപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെയും വിളിക്കുമ്പോൾ അവൻ അവിടുത്തെ ലൊക്കേഷൻ എനിക്ക് അയച്ചെനിക്ക്, അവിടുത്തെ ലൊക്കേഷൻ പോയല്ലോ. അത് കഴിഞ്ഞിട്ട് അവന്റെ സെൻട്രോ അവിടെ നിന്ന് ഇതൊക്കെ അയച്ചു തരാം എനിക്ക്. കേട്ടോ നിങ്ങളെ സംഭവം എന്താ അറിയോ? എവിടെ പൈസ അയച്ചപ്പോ ഓനോന്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. ചക്കര ഉമ്മാറിട്ട് ഓന്റെ സ്റ്റിക്കർ തന്നെ ഓന് വിട്ടുകൊടുത്തു എന്ന്. അപ്പോൾ അതിന് ഉത്തരമില്ലാന്ന്, ഞാൻ ഇവിടെയാണ് എന്നുള്ളേക്ക്.
അതായത് ഈ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ ഓൻ 4 ഉമ്മയൊക്കെ കൊടുത്തിട്ട് 2 സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ട് ഓലെ സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. സംഭവം അതിനെ കുറിച്ചിട്ടൊരു എക്സ്പ്ലനേഷൻ ആയിട്ടൊക്കെ മൂപ്പരാൾ വന്നു നോക്കണു. വെറുതെ ഒന്ന് കേട്ടോക്കാതെ. നീയും നിന്റെ ഒരു ക്ലോസ് ഫ്രണ്ടും കൂടെ സംസാരിക്കുന്ന ഒരു കാര്യം അത് ഒരു വർഷം കഴിഞ്ഞിട്ട് അവൻ അത് എടുത്ത് പുറത്തിടുകയാണ്. അപ്പൊ നിനക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത്? നീ പറഞ്ഞ രീതിയിലല്ല അവൻ നിന്നെ ത്രട്ടൻ ചെയ്യണം. നീ കാശ് തന്നില്ലെങ്കിൽ, നീ എനിക്ക് 5 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ, എടാ നീ അന്ന് പറഞ്ഞ കാര്യമുണ്ട്, ആ പെങ്കൊച്ചിനെ പറ്റി പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് ഞാൻ എടുത്ത് ഇടുമെന്ന് നിന്റെ അടുത്ത് പറയണ്ട. എങ്ങനെയിരിക്കും? അതേപോലെ എന്തെങ്കിലും കൊച്ചിനെ പറഞ്ഞതല്ല പറയുന്നത്. ഇനി എന്ത് വന്നെന്ന് പറഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് എന്റെ ലാസ്റ്റ് പ്രസ് കോൺഫറൻസ് പ്രസ് മീറ്റ്. ഇതിലും വലിയ ആരോപണങ്ങൾ എന്തെങ്കിലും വരുമെന്ന് പേടിയുണ്ടോ? ബ്രോ, എന്ത് വന്നാലും ഞാൻ അത് ലീഗലി ഫേസ് ചെയ്യാൻ റെഡിയാണ്. എന്താണ് ആരോപണം വരുന്നത്? ഒരാള് ബ്രോ, അതായത് പറഞ്ഞു മെഴുകിന എങ്ങോട്ടാ അറിയോ? എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടുമ്പാടെ സംസാരിക്കുന്ന കാര്യം അത് 1 വർഷം മുമ്പ് പറഞ്ഞ കുറ്റവും കുറവുകളും ഇപ്പൊ എടുത്ത് ഇടാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ 1 വർഷം മുമ്പ് എനിക്കിത് പറയാം. ഇപ്പൊ എടുത്തിട്ടതാ കുഴപ്പം. മറ്റേ ആടുജൂലി ചോദിച്ച മാതിരി ഹരിതാ നായർ 9ാമത്തെ ക്ലിപ്പാണ്, അറിയില്ലേ? അത് കാണരുതേ ഷാജിയേട്ടാ, പോലീസ് പിടിക്കുന്നു. വെടി പൊട്ടിച്ചോനിക്കും വെടി വെച്ചോനിക്കും ഒന്നും പ്രശ്നമല്ല. സൗണ്ട് കേട്ട ഞമ്മക്കാണോ പ്രശ്നം എന്ന് വെച്ചില്ലേ? അതേമാതിരി ഓൻ പറഞ്ഞത്, പിന്നെ 1 കൊല്ലം മുമ്പ് ഓൻ പറഞ്ഞത് ഈ കൂട്ടുകാരൻ ചതിച്ചു എന്നാ പറയണേ. അപ്പൊ അതുകൊണ്ട് അതാണ് പ്രശ്നം, ചതിച്ചതാണ് പ്രശ്നം. പറഞ്ഞോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഇതുവരെ ഇരുന്നൊന്നും പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ സംഗതി പൊളിഞ്ഞപ്പോ പറയണ സെന്റിമെന്റ് ഡയലോഗാണ് ഇപ്പത്. എന്തായാലും ബാക്കി കേൾക്കാം. ഞാനൊരു വർഗീയവാദിയാണെന്ന്. ഞാൻ വർഗീയവാദിയല്ല. ഞാൻ എവിടെ വർഗീയത പറഞ്ഞിട്ടുണ്ട്? പൊതുവെ BJPക്കാർ വർഗീയവാദികളാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ ഒരു കാര്യം ആ സുഹൃത്തിന്റെ അടുത്ത് ഞാൻ ആ സമയത്ത് എന്റെ അടുത്ത് എന്തോ കാര്യം ചോദിച്ച സമയത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. മനസ്സിലായില്ലേ? പൊതുവെ പറഞ്ഞ എല്ലാരും പറയാറില്ലേ? ഞാൻ ചോദിക്കും, പൊതുവെ സോഷ്യൽ മീഡിയ പറയാറുണ്ടോ BJPക്കാരെല്ലാരും വർഗീയവാദികളാണെന്ന് പറയാറുണ്ടോ? പറയാറുണ്ടല്ലോ. ഇല്ല പറയാറുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് 1 വർഷം മുന്നേ ഞാൻ BJP ജോയിൻ ചെയ്യുന്നത് മാർച്ച് 3 മനസ്സിലായില്ലേ? അതിനുശേഷമാണ് ഞാൻ പറയാം. അതിൽ പറയുന്നുണ്ട്, ആ വോയിസ് വ്യക്തമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ ABCD അറിയത്തില്ല. എനിക്ക് അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളല്ല, പക്ഷെ ആഗ്രഹമുള്ള ഒരാളാണ്. മനസ്സിലായില്ലേ? അതിനുശേഷം ഇപ്പോഴാണ് സിൻസിയറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ആ സമയത്ത് വർഗീയവാദികളാണ് എന്ന് പൊതുവെ ആൾക്കാർ പറയുന്ന കാര്യമാണ് ഞാൻ അവിടെ പറയുന്നത്. ഇപ്പൊ നമ്മളാരായി? അതായത് ഓൻ കോൾ ചെയ്തപ്പോ ആ കോൾ റെക്കോർഡിലുള്ളത് എന്താ അറിയോ? ഓൻ പറഞ്ഞതല്ല, ഓൻ പറയത്തില്ല. എല്ലാരും പറയുന്നുണ്ട് BJP വർഗീയവാദിയാണെന്നുള്ളത്. അങ്ങനെ ഒരു സംസാരമില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് അറിയില്ലേ? അതിനെ കുറിച്ച് പറഞ്ഞതാണ്, അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കുക. ഓൻ പറയണപ്പോഴേ അത് നമ്മൾ അങ്ങനെയാണ് വിഴുങ്ങണം. എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് ഇവന്റെ അവസ്ഥ. നിലപാടിന്റെ രാജകുമാരനാണ് 2ാമത്തെ. 1ാമത്തത് അഖിൽ മാരാറാണ്. ഇവനിക്ക് സത്യത്തിൽ പണി കിട്ടിയത് എന്താ അറിയോ? ഈ വേദലക്ഷ്മി ആയിട്ടുള്ള തെറ്റലാണ് മെയിന്. അത് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. കാരണം എന്തായിരുന്നു കെട്ടിപ്പിടുത്തോ ഉമ്മ വെക്കലും സ്നേഹവും. എന്നിട്ട് സത്യത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടോ, അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ എങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഈ മറ്റേ ഇവന്റെ വൈഫുണ്ട് ഓൾറെഡി ഇപ്പൊ നിൽക്കുന്ന എന്താ പെണ്ണിന്റെ പേര്? ആരതിയോ. ഈ പെണ്ണ് ഈ അടുത്ത് തന്നെ ഇവനെ ഉപേക്ഷിക്കും. കാരണം ഇപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു, പക്ഷെ അത് എത്രത്തോളം ജെന്യൂനാണ് എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാത്തത്. ഈ ആരതി ഇവന്റെ കുറ്റം പറഞ്ഞിട്ട് വേറെ പലരോടും കോൾ ചെയ്ത് പറഞ്ഞതും ടെക്സ്റ്റ് ചെയ്തതുമായിട്ടുള്ള ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടില്ല. അത് എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അറിയാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഉറപ്പിച്ച് പറയാൻ പറ്റൂല. അപ്പൊ എന്താ പറയണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരതിക്കും മടുത്തുക്കണൂന്ന് ആ ഒരു സംശയം ഇല്ലാതില്ല. കാരണം ഇപ്പൊ ഓന്റെ ഒരു മൊത്തത്തിലുള്ളൊരു ലുക്കും ഭാവവും സംസാരത്തിലുള്ള ആ ഒരു വിറയലൊക്കെ കണ്ടറിയാം എന്തൊക്കെ എവിടേക്കെ പുകയുന്നുണ്ടെന്ന്. അതായത് കടം മേടിച്ച് ആർഭാടം കാണിച്ചു കൂട്ടുക. ഒന്ന് ആലോചിച്ച് നോക്കെ, 4000 രൂപ വെച്ചിട്ട് ഒരു വണ്ടിക്കോ റെന്റ് കൊടുത്തിട്ടാണ് ഓരോ ദിവസവും പോണത്. ഇവൻ ഈ മറ്റേ പോലീസുകാരത്ത് യുദ്ധം ചെയ്യാനും ജയ് BJP എന്നൊക്കെ പറഞ്ഞാൽ ആൾക്ക് മുദ്രാവാക്യം വിളിച്ചൊക്കെ കഴിഞ്ഞാല് BJP ഒന്നായിട്ട് എനിക്കാണ് ഫണ്ട് കൊടുക്കുന്നു വിചാരിച്ചിട്ട് കളിച്ച കളിയാ. ഇപ്പൊ എന്താ അറിയോ? BJPക്കാണ് പോയോടുകൂടെ ബുദ്ധിയും അരിഭക്ഷണവും കഴിക്കുന്ന ആളുകളൊക്കെ ഇവനോട് ഒഴിവാക്കി. ഇല്ലെങ്കിൽ ഒരു മൂലൊക്കെ നിന്നീന്നു, എങ്ങനെയെങ്കിലും ഒക്കെ എന്താ പറയാ എവിടെയും തൊടാതെ നിന്നീന്നു. പക്ഷെ ഇതിക്കണ് വന്നപ്പോ എന്ത് ചെയ്തു? എനിക്കിപ്പോ BJP ഉണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും BJP ഉണ്ട് എന്നുള്ള നിലക്കാണ് മറ്റുള്ളവരൊക്കെ വെല്ലുവിളിച്ചത്. BJP എന്ത് ഓൻ തോറ്റു എന്ന് റിസൾട്ട് അറിഞ്ഞോടുകൂടെ തന്നെ ഓക്കെ എന്നാ ശരിയിട്ടൊന്നും പറഞ്ഞിട്ട് പോയതാ ഓല്. എന്നിട്ട് അതിന്റെ ഭാഗമാണെന്നും പറഞ്ഞിട്ടാണ് ഇവ ഈ കാട്ടിക്കൂട്ടുന്നത്. നടന്നത് തന്നെ. അപ്പൊ എങ്ങനെ ഒന്നാണ് വിളിച്ചാ
എന്നാ പോട്ടെ ഞാൻ ശരി. ഏയ്